വളരെ സവിശേഷമായ വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ഒന്ന് എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്. മാത്രവുമല്ല, ഈ ഉപയോഗിച്ച് തുടങ്ങിയ ഒരാളെ സംബന്ധിച്ച് കോളേജ് വിദ്യാർത്ഥികളാണ്, അവരെ സംബന്ധിച്ച് കൂടുതൽ പണം ഉണ്ടാവണമെന്നില്ല. സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രശ്നം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്നാൽ അപ്പൊ ഈ പണം തീരുമ്പോൾ പിന്നെ അവർ എന്ത് ചെയ്യേണ്ടി വരും? ഇത് വിൽപ്പനക്കാരായി മാറേണ്ടി വരും. അതാണ് പ്രധാനമായ ഒരു വസ്തുവായി കാണുന്നത്. കാരണം ലഹരി ആദ്യം ചിലപ്പോൾ ഫ്രീ ആയിട്ട് 1-2 ഡോസ് കിട്ടും. പക്ഷെ ആസക്തിയിലേക്ക് വരുംതോറും ലഹരി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ലഹരി വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലഹരി ആവശ്യം വരുമ്പോൾ അത് ലഭ്യമാകണമെങ്കിൽ പണമില്ലാത്തെങ്കിൽ വിൽപ്പനക്കാരനായി മാറിയേ തീരൂ. അതുകൊണ്ടാണ് ഒരേ സമയത്ത് ലഹരി ഉപയോഗിക്കുന്നവരും വിൽപ്പനക്കാരായും മാറുന്ന ഒരു സുവിശേഷമുണ്ട്. ഒരു ചെയിൻ പോലെയാണ്. അതുകൊണ്ട് ഉപയോഗിക്കുന്നവരെല്ലാം വിൽപ്പനക്കാരായി മാറുമ്പോൾ വീണ്ടും ഇത് ഉപയോഗിക്കത്തക്കതുള്ള ആളുകളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇതിനകത്തേക്ക് അടിമപ്പെട്ട് വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പൊ നമ്മള് ഈ ലഹരി സംഘങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് കൊച്ചിയിൽ തന്നെയാണ്. കാരണം ഇന്ത്യയിലെ കണക്ക് അനുസരിക്കുമ്പോൾ നമ്മൾ അമൃതസർ എന്ന് പറയുന്ന ജില്ല പഞ്ചാബിലെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇന്ത്യയിലെ കണക്കാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഒന്ന് വരുമാന മാർഗം കൂടുതലുള്ളവരുണ്ട്, വ്യവസായ സംരംഭകരുണ്ട്, അവരുടെ മക്കളുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം ഉണ്ട് എന്നുള്ളതിന് പ്രത്യേകതയുണ്ട്. മറ്റേ ഈ കരമാർഗവും കടൽ മാർഗവും ഒക്കെ എത്തിക്കാനുള്ള സാഹചര്യവും കൊച്ചിയിൽ കൂടുതലാണ്. വിമാനമാർഗവും ഒക്കെ എത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല, ബാംഗ്ലൂര് എറണാകുളത്തേക്ക് 100 കണക്കിന് ബസ്സാണ് ഓടുന്നത്. അപ്പൊ അതിനകത്ത് ചെറിയ തോതിൽ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് ബാംഗ്ലൂരില് സംഭരണ കേന്ദ്രത്തെ എത്തിയ ശേഷം അവിടെ നിന്ന് റോഡ് മാർഗമാണ് കൊച്ചിയിലെത്തി വെക്കുന്ന സംഘം സജീവമായി പ്രവർത്തിക്കുന്നത്. ഇന്നലത്തെ പത്രങ്ങളിലുള്ള വാർത്തയാണ്. അപ്പൊ ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് ബാംഗ്ലൂരിൽ എത്തിച്ച ശേഷം അത് പ്രത്യേകമായ രീതിയിൽ റോഡ് മാർഗം കൊച്ചിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ജോലിക്കാരായിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയും കാരിയേഴ്സ് ആയിട്ടും ഇവർ മാറുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഈ ചെറിയ തോതിൽ നിന്ന് ഒരു ചെറിയ സ്കൂൾ തലത്തിൽ നിന്നൊക്കെ തന്നെ ഒരു ആരംഭിക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്നത്. ഈ കുട്ടികളെയൊക്കെ തന്നെ ആകർഷിക്കുന്നത് അതിനുവേണ്ടി ചെറിയൊരു വിലയ്ക്ക് ആദ്യമേ അങ്ങ് സൂചിപ്പിച്ച പോലെ ചെറിയൊരു ഡോസ്, ഒരു സാമ്പിൾ ഡോസ് പോലെ നൽകുന്നു. പിന്നീട് ഈ കുട്ടികളെയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ അപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ളതും കോളേജുകൾ കേന്ദ്രീകരിച്ച് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചും ഒക്കെയാണ് ഇവർ പിടിമുറുക്കുന്നത്. പെൺകുട്ടികളും ഇതിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ എറണാകുളത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ വീടുകൾ തന്നെ പലതും ഹോസ്റ്റലുകളായി പ്രവർത്തിക്കുന്നുണ്ട്. പേയിങ് ഗസ്റ്റ് സൗകര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഷോർട്ട് ടൈം കോഴ്സിന് വന്ന് ചേർന്നിട്ട് പെൺകുട്ടികൾ ലഹരി വിൽപ്പനക്കാരായി മാറുകയാണ്. അപ്പൊ ഇവര് കോഴ്സിന് പഠിക്കണമെന്ന് ചോദിച്ചാൽ അവർക്ക് അങ്ങനെ ഷോർട്ട് ടൈം കോഴ്സിന് ചേർന്ന അതിൻ്റെതായ രേഖകൾ അവരുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഹോസ്റ്റലുകളിൽ അവർ ചേരുക. പക്ഷെ പ്രധാന പരിപാടി അവരുടെ ലഹരി വിൽപ്പന തന്നെയാണ്. അപ്പൊ അതിനുള്ള ഏറ്റവും കൂടുതൽ ആളുകളുള്ളതും ഇപ്പൊ ഇവിടെയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈകുന്നേരങ്ങളിൽ 14,000-ഓളം പേര് വന്നു പോകുന്ന ഏരിയയാണ്. അപ്പൊ അവിടെ ആര് വരുന്നു, എന്ത് പോകുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അവരുടെ കേന്ദ്രങ്ങളായിട്ട് അതൊക്കെ മാറുന്നുണ്ട്. സ്റ്റേഡിയം മാത്രമല്ല, സ്റ്റേഡിയത്തിൽ തന്നെ MDMA കഴിച്ച് 8-9 കൊലപാതകങ്ങൾ നടന്ന സ്ഥലമാണ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എന്ന് പറയുന്നത്. സ്റ്റേഡിയം മോശപ്പെട്ട സ്ഥലമാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എങ്കിൽ ഒരുപാട് വ്യവസായങ്ങളും സംരംഭങ്ങളും ഒക്കെ ഉള്ള ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന നടക്കാൻ പോകുന്ന ഏരിയയാണ്. പക്ഷെ അതിന്റെയൊക്കെ മറവിൽ ഈ ലഹരിയുടെ ചൂതാട്ടം നടക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. ഒപ്പം തന്നെ നമ്മളിതിനെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചത് ഈ ആളുകളിലുള്ള മാനസിക രോഗങ്ങളും മാനസിക വിഭ്രാന്തിയും ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും ലഹരിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നാണ്. ഒപ്പം തന്നെ പാരന്റിങ്ങിന്റെ വിഷയം പറഞ്ഞു. പക്ഷെ ഇന്നിപ്പോ മറ്റു ലഹരിയിലേക്കുള്ള 3-4 കാര്യങ്ങളെ സൂചിപ്പിക്കുക. ഒന്ന്, ഈ ഹോസ്റ്റലിലും അല്ലെങ്കിൽ വീടുകളിൽ തന്നെ എടുത്ത് താമസിക്കുന്ന സംബന്ധിച്ച് ഒരാൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾ കഴിക്കാൻ നിർബന്ധിതനായി തീരുകയാണ്. കാരണം അവിടെ നിന്നും അവന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോ അവരുടെ ചെലുത്തുന്ന ഒരു പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരിക്കൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, നീ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഒരു പുക എടുത്തു നോക്ക്. അപ്പൊ ഒരു കൗതുകത്തിന്റെ പേരിലും ഒരു പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസിന്റെ പേരിലും ജിജ്ഞാസയുടെ പേരിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അവന് തോന്നും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ, അല്ലെങ്കിൽ പലർക്കും സാമ്പത്തിക വിഷയങ്ങളോ കുടുംബത്തിലെ വിഷയങ്ങളോ പഠനത്തിലുള്ള ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകാം. അവരൊക്കെ പിന്നീട് ഇത് ഉപയോഗിക്കുകയാണ്.
പിന്നെ നമ്മുടെ സാമൂഹ്യ രംഗത്ത് കാണപ്പെടുന്ന ഇപ്പൊ വേടൻ ഉൾപ്പെടെയുള്ള ആളുകൾ പേരെടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ എടുത്തു നോക്കി അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം ഇപ്പൊ എന്തെല്ലാം കേസുകളിൽ പ്രതിയാണ്. ലഹരി ഉപയോഗത്തിൽ മാത്രമല്ല, അദ്ദേഹം വഴിവിട്ട ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾ വഴിയാണെന്നും കൂടി നമ്മൾ പത്രങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അപ്പൊ അതിനകത്തൊക്കെ വരുന്ന ഇതൊക്കെ കുട്ടികളുടെ ആരാധനാ കേന്ദ്രങ്ങളാണ്. അവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ഹീറോകളോടുള്ള ആരാധനയും അവരെ ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ അമിതമായ ഉത്കണ്ഠ നമ്മുടെ കുട്ടികൾക്കുണ്ട്. പിന്നെ ഒരു അപകർഷ ബോധമുണ്ട്. മറ്റുള്ളവരോടൊപ്പം എത്തിച്ചേരാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം. പിന്നെ ഈ പാരന്റിങ്ങിൽ വന്നതെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ട കാര്യങ്ങൾ, ബാല്യത്തിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങള്, ലൈംഗിക ചൂഷണങ്ങള്, പ്രണയ നൈരാശ്യങ്ങള്, ജീവിതത്തിൽ ഉണ്ടാകുന്ന അവഗണന, അനുകരണ വാസനകള്, പ്രലോഭനം, കുട്ടികളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ പ്രേരണ, കുടുംബ പ്രശ്നങ്ങള്, തെറ്റായ സൗഹൃദങ്ങളൊക്കെ ഈ ലഹരിയുടെ വഴിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പൊ ആ തരത്തിലുള്ള ഒരു പ്രശ്നം, പിന്നെ ചിലരൊക്കെ അത് പഠനത്തിന് ഗുണകരമായി മാറുമെന്നൊക്കെ ഒരു തെറ്റായ ഒരു ഇത് ശീലിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു പരത്തുന്നുണ്ട്. ഒരു തരത്തിലും ലഹരി നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് ബുദ്ധിപരമായോ ഓർമ്മയുടെ തലത്തിലൊന്നും അത് ഗുണകരമാവുന്നില്ല എന്നുള്ള പഠനങ്ങൾ ധാരാളമായിട്ടുണ്ടെങ്കിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, അത് തുടങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഉന്മാദാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ട് ഹോർമോണുകളുടെ ഇംബാലൻസുകൾ സംഭവിക്കുന്നതുകൊണ്ട് വരുന്നതാണ്. പിന്നെ പ്രതിസന്ധികളും സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു നിഷേധാത്മക ശൈലിയുള്ള ആളുകളും ഈ ലഹരിയുടെ വഴിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങൾ, സിനിമ, ഇതൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു പശ്ചാത്തലമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ ബൗദ്ധികമായി പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കും, മാനസിക പ്രശ്നമുള്ളവര്, കുടുംബത്തിൽ മദ്യപാന രോഗമുള്ളവര്, പഠന വൈകല്യം, വ്യക്തിത്വ വൈകല്യം, തടർന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, താളപ്പിഴയുള്ള മാതാപിതാക്കൾ, ഇതൊക്കെ ലഹരിയിലേക്ക് പോകാൻ ഇടപെടുത്തുന്ന സാഹചര്യങ്ങളാണ്. അവയെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു സമഗ്രമായ പദ്ധതി ഈ ലഹരിയെ നേരിടാൻ വേണമെന്നുള്ളതാണ് ഒരു ലഹരി വിരുദ്ധ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ അഭിപ്രായം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.